ജിഷയുടെ മരണം, അതിന്റെ സത്യാവസ്ഥയിലേക്ക് ശേഷം നടത്തിയ യാത്രകൾ. അവിടെ ഞങ്ങൾ കണ്ടെത്തിയത് ഒരു ഞെട്ടിക്കുന്ന സത്യത്തിന്റെ തുടക്കം. ഇവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോഴും ഒരു ദുരൂഹത അവന്റെ പേരിലുണ്ട്. എന്റെ പിള്ള അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ എന്ത് പണിയിലും പറയാം. ഇവനെ സംബന്ധിച്ച് അവിടെയുള്ള നാട്ടുകാർക്ക് ഇപ്പോഴും ഭയമാണ്. ജിഷയുടെ വീട്ടിൽ നിന്നും 14 കിലോമീറ്റർ മാത്രം അകലെ കോതമംഗലം മാതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ട വീട്ടമ്മ ഷോജി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ അടുത്തിടയ്ക്ക് കാണാൻ സാധിച്ചു. അപ്പോഴാണ് അതിനകത്തൊരു കിഡ്നി ഇല്ല, വയറുവേദനയായിട്ട് സംബന്ധമായിട്ട് എന്തോ പരിശോധന സ്കാനിങ്ങിലാണ് ഞങ്ങളൊരു കിഡ്നി ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഇങ്ങനെ സംഭവത്തുണ്ടായെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് അത്. നമുക്ക് ജിഷയുടെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് 27 ലക്ഷം ഫോൺ നമ്പർ പരിശോധിച്ചിട്ടുണ്ട്. അവൻ ചെയ്തില്ലെങ്കിലും അവൻ മറ്റേ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ആ പെണ്ണ് വന്നു കഴിഞ്ഞപ്പം മുതലാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അവന് എന്തെങ്കിലും ഇഷ്ടപ്പെടായിക വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊല്ലുക എന്നുള്ളതാണ് അവന്റെ ഒരു ദൗത്യം. ഈ അന്വേഷണം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഈ മൃഗീയ കൊലപാതകത്തിലെ പ്രതി ജിഷ വധക്കേസിൽ പ്രതിയായ അമീറുൽ ഇസ്ലാം തന്നെ ആയിരിക്കൂ? ജിഷയുടെ മരണം, അതിന്റെ സത്യാവസ്ഥയിലേക്ക് ശേഷം നടത്തിയ യാത്രകൾ, ശേഷം കണ്ടെത്തിയതും അനുമാനിച്ചതും എല്ലാം യാഥാർത്ഥ്യത്തിൽ എത്തിയ നിമിഷങ്ങൾ. ആ യാത്ര ശേഷം ടീം വീണ്ടും തുടർന്നു. അവിടെ ഞങ്ങൾ സമാന രീതിയിൽ ഒരു കൊലപാതകം കൂടി നടന്നായി കണ്ടെത്തി. അതും ജിഷയുടെ വീട്ടിൽ നിന്ന് 14 കിലോമീറ്റർ മാത്രം അകലെ കോതമംഗലം മാതിരപ്പള്ളി. മരണപ്പെട്ടത് 2 കുട്ടികളുടെ അമ്മയായ ഷോജി. കഴുത്തറുത്തും നെഞ്ചത്തു കുത്തിയും നടത്തിയ കൊലപാതകം. ഓഗസ്റ്റ് 8 നടന്ന കൊലപാതകം 4 വർഷമായിട്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കപ്പെടണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചതാണ്? ആ ഒരു തീരുമാനത്തിന് കൂട്ടുപിടിച്ചത് നമ്മുടെ നിയമപാലകർ തന്നെയാണോ? ശേഷത്തിന്റെ സംശയം ഒരു ഞെട്ടിക്കുന്ന സത്യത്തിന്റെ തുടക്കമാണോ? കാരണം ഇവിടെ സത്യത്തിലേക്കുള്ള സംശയം അത് ചെന്ന് നിൽക്കുന്നത് ജിഷയുടെ കൊലപാതകത്തിലെ പ്രതി അമീറുൽ ഇസ്ലാമിൽ. ജിഷ വധം, പ്രതിയെ ഷോജി വധക്കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പ്രതി അമീറുൽ ഇസ്ലാം കാണാതായ അമീറുള്ളയാണോ എന്ന് അന്വേഷണം. ശേഷം ടീം ജിഷയുടെയും ഷോജിയുടെയും കൊലപാതകങ്ങളിലുള്ള സാദൃശ്യം മനസ്സിലാക്കി അതിന്റെ സത്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ച് 2 ദിവസത്തിന് ശേഷം പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഈ വാർത്ത, അതും ശേഷത്തിന്റെ കണ്ടെത്തലുകൾക്ക് ഗൗരവം കൂട്ടുന്നു. ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാം തന്നെ ആയിരിക്കുമോ ഷോജിയെയും മൃഗീയമായി വധിച്ചത്? ഷോജി വധവും അമീറുൽ എത്തുകയാണെങ്കിൽ ശേഷത്തിന്റെ അനുമാനം പോലെ അമീറുൽ ഒരു വാടക കൊലയാളിയായിരിക്കാം. ജിഷ വധവും അതിനു മുമ്പുള്ള ഷോജി വധവും അമീർ പണത്തിനോ മറ്റെന്തിനോ വേണ്ടി ഏറ്റെടുത്തതാവാം. ഇനി ഷോജിയിലേക്ക് ഒരൽപ്പം ഫ്ലാഷ് ബാക്ക്. 2003 ചങ്ങനാശ്ശേരിയിലുള്ള ഷോജിയെ കോതമംഗലത്തുള്ള ഷാജിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. മാതിരപ്പള്ളി കണ്ണാടിപ്പാറ വീട്ടിൽ ഷാജിയാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. 2003 കല്യാണം കഴിച്ച് വിട്ട് അന്ന് മുതലേ ആ തള്ള ഒരു വല്ലാത്ത ഒരു രീതിയായിരുന്നു. പിന്നെ ഒരു കുടുംബത്തിൽ എന്ന് കയറിയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ക്ഷമിച്ചു. എനിക്കൊന്നും പറയാനില്ല. എനിക്കിത്
എനിക്ക് അത്രയ്ക്കും സ്നേഹമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ആ നല്ല മരുമകളായിരുന്നു. 6 വർഷമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞുകൂടിയത്. അവനെ കൊണ്ട് ശല്യമാണെന്ന് പറഞ്ഞെങ്കിലും അവൻ ഇങ്ങോട്ട് വിടാനോ ഞങ്ങൾക്ക് അവിടെ ചെല്ലാനോ ഉള്ള ഒരു അവസരം ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളെ പോലും കാണാൻ അവൻ സമ്മതിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ദാമ്പത്യപരമായിട്ട് മറ്റുള്ള ഒരു സന്തോഷക്കുറവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ വീട് ഏത് വീടാണ്, ഏത് വീട്ടിലാണ് വഴക്കുണ്ടാകാത്തൊരു വീട്? നിരന്തരം വഴക്കുകളൊന്നും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. നിരന്തരം വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ആവശ്യം വേണ്ടേ? അതിനുള്ള തെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് നിരന്തരം വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. മരുമകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹത്തിലാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അയൽവാസി എന്ന നിലയിൽ ഒരു സഹകരണവും ഇല്ല, ഒരു ഇതുമില്ല. ഞങ്ങളുടെ വീട് പണി കൊടുത്ത് വീട് പണിയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വീട് പണിയിൽ നിന്ന് ഒഴിവാക്കിയത്. ആദ്യകാലത്ത് സന്തോഷപൂർവമായ ദാമ്പത്യ ജീവിതം. ഷാജിക്ക് കോതമംഗലത്തൊരു കടയുണ്ട്. ഈ കടയിലേക്ക് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു മകനുള്ള സ്ത്രീ ജോലിക്ക് വരുന്നു. ഷാജിയും ഈ സ്ത്രീയുമായുള്ള ബന്ധം ഷോജിയുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഒടുവിൽ ഇവൻ്റെ കടയിലൊരു സപ്ലൈക്ക് ഒരു പെണ്ണിനെ കൊണ്ട് നിർത്തിയിരുന്നു. ആ പെണ്ണ് വന്നതോടെ ഷാജിയുടെയും കൊച്ചിൻ്റെയും ജീവിത അവതാളമായി. ദിവസവും വഴക്കോ വക്കാണോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യവും ഞങ്ങളോട് പറയുകയില്ലായിരുന്നു. സംഭവം നടന്ന ശേഷം പല സ്ത്രീകളുടെ ബന്ധമുണ്ട്, ആർക്കും ബന്ധമില്ലാത്തത്. എല്ലാവർക്കും സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളെല്ലാം മറ്റുള്ള പല ബന്ധങ്ങളാണെന്നുണ്ടോ? തലേ ദിവസം അവൻ്റെ കാര്യവും പറഞ്ഞ് അവിടെ കാര്യവും പറഞ്ഞ് അതിനിട്ട് ഒരുപാട് അടിച്ച് ചെവിക്കുറ്റിക്കിട്ട് അടിച്ചെന്ന അപ്പുറത്തെ വീട്ടിലെ ചത്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് പറഞ്ഞത് ചെവിക്കുറ്റിക്കിട്ട് അടിക്കുകയും പുറത്തിനിട്ട് അടിക്കുകയും ഒക്കെ ചെയ്ത് അത് വെച്ചോണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവനാ കൊന്ന്. ഞാൻ ആ സ്പോട്ടിൽ എൻ്റെ കൊച്ചു മരിച്ച് കിടക്കുന്നിടത്ത് ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവനാ എൻ്റെ കുഞ്ഞിനെ കൊന്നത്. ഷോജിയുടെ വീട്ടുകാരുമായി വസ്തുവിന്റെ കാര്യം പറഞ്ഞ് ഷാജി എന്നും വഴക്കായിരുന്നു. 10 സെന്റ് സ്ഥലം വേണമെന്നായിരുന്നു ഷാജിയുടെ ആവശ്യം. സ്ഥലം തരില്ല, പണം വേണമെങ്കിൽ ഷോജിയുടെ പേരിൽ ബാങ്കിൽ ഇട്ടു കൊടുക്കാമെന്ന് അച്ഛൻ. അവൻ ഞങ്ങളോട് വളരെ ശത്രുതയായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് സ്ഥലം ചോദിച്ചു, അത് ഞാൻ കൊടുത്തില്ല. കൊടുക്കാഞ്ഞപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവളെ ഉപദ്രവിക്കുകയും ചെവിട്ടിനിട്ടൊക്കെ കുത്തിപ്പിടിച്ച് ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് കണ്ട നാട്ടുകാരുണ്ട്. ഞങ്ങളോട് പറഞ്ഞു ഇന്നത് പറഞ്ഞാണ് അവക്കിട്ടടിച്ചെന്ന്. അന്നേരം എൻ്റെ കൊച്ചനോട് പറഞ്ഞ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് അമ്മ ഇപ്പം സ്ഥലവും കൊടുക്കണ്ട പൈസയും കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്തേച്ചാൽ മതി, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല, ഇതൊക്കെ ഒരു കാരണം എന്നുള്ളതേ ഉള്ളൂ. ഗ്രൗണ്ട് ഫ്ലോർ പണിതപ്പോൾ 10,000 രൂപ പണിക്കാർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഇവനെ അടിക്കാൻ വന്നപ്പോൾ ഓടി, ഞാനും മക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഓടി അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്താ ഷാജി എന്ന് വെച്ചു. ചേച്ചി പോലീസിനെ വിളിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു എന്തിനാ പോലീസിനെ വിളിക്കണേ? അപ്പോൾ അവൻ പറഞ്ഞു ദേ എന്നെ അടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, വീട് പണിക്കുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കണേ എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിനെ കുറേ തെറി, കയക്കാൻ കൊള്ളില്ലാത്ത തെറി വിളിച്ച് കഴുത്തിന് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഒരു 5-6 അടിയായ ഈ വഴിയിലിട്ടിട്ട് ഇവളുടെ അപ്പനോട് പറഞ്ഞിട്ട് പൈസ തന്നില്ല എന്നും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ തന്നെയാണ്. എന്നാലും അവൻ കുഞ്ഞിലേ മുതൽ അവനൊരു ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ ചേട്ടനെ വെറുതെ നിസ്സാര കാര്യത്തിന് ഇവിടെയുള്ള 2-3 ആണുങ്ങളെ അടിച്ചിട്ട് ചേട്ടൻ 2 തെറി പറഞ്ഞു എന്നും പറഞ്ഞ് ആ ചേട്ടനെ കമ്പി പടിക്ക് പള്ളയൊക്കെ പിടിച്ച് അടിച്ച് കാശ് കൊടുത്ത് കൂട്ടാളികളെ കൊണ്ടുവന്നിട്ട് അടിച്ച് ഊടുവാട റോട്ടിക്കടിയൊക്കെ ഇട്ട് വലിച്ച് നാശാക്കി. അങ്ങനെ ഒരു കേസ് ഞങ്ങൾ തമ്മിലുണ്ടായതാണ്. ആ കേസോട് കൂടി ഞങ്ങളായിട്ടൊരു അടുപ്പമില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഭാര്യ മരിച്ചാൽ അത് ഭർത്താവിൻ്റെ തലയിലാണ് കുറ്റം ശ്രമിക്കുക, ഭർത്താവ് മരിച്ചാൽ ഭാര്യ തരും. സത്യാവസ്ഥ എന്താണെന്ന് അവർ മനസ്സിലാക്കാതെ അവരിവിടെ വന്ന് കിടന്ന് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് അങ്ങനെ എനിക്കെതിരായിട്ട് അവർ പോലീസിൽ മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. രേഖാമൂലം എഴുതി കൊടുത്തു. 2012 ഓഗസ്റ്റ് 8 മക്കൾ സ്കൂളിലേക്കും ഷാജി കടയിലേക്കും പോകുന്നു. ഈ 7 കടയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഭാര്യയാണ് എനിക്ക് ചോറൊക്കെ എടുത്ത് വെച്ചിരുന്നത്. ഉച്ചത്തേക്കുള്ള ഉച്ചഭക്ഷണം എല്ലാം റെഡിയാക്കി തന്നിരിക്കുന്നത് തന്നു പോയിട്ടുണ്ട്. അന്ന് ഇവിടെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് ഇവിടെ 2 ജോലിക്കാർ വീട്ടിൽ പണിയുന്നുണ്ട്. അന്ന് ആ 2 ദിവസം കൂടിയേ വീട്ടിൽ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കടയിലേക്ക് പോയി, പണിയാരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കടയിലുണ്ടായിരുന്നു. ഞാൻ കടയിലേക്ക് സമയത്ത് ഒരു 12 മണിയോട് കൂടിയാണ് ഫോൺ വരുന്നത്. ചേച്ചിക്ക് സുഖം, ചേച്ചിക്ക് അപകടം സംഭവിച്ചു പറഞ്ഞ് ഫോൺ വരുന്നത്. അത് ഈ പണിയാർ തന്നെയാണ് വിളിച്ചു പറയുന്നത്, വേറെ ആരുമല്ല. ഞങ്ങളിവിടെ അറിയുന്നത് ഷോജിയെ കഴുത്തറുത്ത് കൊന്നെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ രക്തത്തിൽ പുരണ്ട് കിടക്കുന്ന കുഞ്ഞിനെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എനിക്ക് ബൈക്കിൽ പോകാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ അതിൻ്റെ ഓട്ടോയിൽ
ഞാൻ സംഭവ സ്ഥലത്തേക്ക് വന്നു. ഇവിടെ വരുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ വേഗം തന്നെ മുറിക്കകത്ത് കയറി റൂമിനകത്ത് കയറി നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എൻ്റെ വൈഫിനെ ഭാര്യയെ കണ്ട്. പക്ഷേ ഇത് ആൾ മരിച്ചു കിടക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വേഗം തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വാരിക്കൂട്ടി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾ മരിച്ചുപോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ അപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വന്ന് പോലീസ് എത്തി. പോലീസ് വന്നു. അങ്ങനെ പോലീസാണ് എന്നെ അവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് മാറ്റിയെടുത്ത്. രാവിലെ ബൈക്കിൽ പോയ ഷാജി മരണവിവരമറിഞ്ഞെത്തിയത് ഓട്ടോറിക്ഷയിലാണ്. ഒരു സംശയം, ഷാജി ഓട്ടോയിലെത്താനുള്ള കാരണം? രാവിലെ ബൈക്കിൽ പോയ ഷാജി മരണവിവരമറിഞ്ഞെത്തിയത് ഓട്ടോറിക്ഷയിലാണ്. ഒരു സംശയം, ഷാജി ഓട്ടോയിലെത്താനുള്ള കാരണം? താഴെ റോഡിൽ നിന്നൊരു ഒച്ച കേട്ടു. കരച്ചിലും ബഹളം കേട്ട് ഓടിച്ചു നോക്കിയപ്പോൾ ഈ കണ്ണാടിപ്പുഴ ഷാജിയുടെ മരണപ്പെട്ട ഷോജിയുടെ അമ്മായിയമ്മ കരഞ്ഞുകൊണ്ട്, നീ കൊല്ലും എന്ന് പറഞ്ഞുള്ളൂ, ഇന്ന് നീ കൊന്നല്ലോടോ, പിള്ളേർ വന്നാൽ ഞാൻ എന്ത് പറയൂടാന്ന് പറഞ്ഞിട്ട് അമ്മ തലയിൽ കൈയും വെച്ച് കൊണ്ട് അവർ മരണപ്പെട്ട വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഒരു പീന്ന് പറഞ്ഞൊരു തെറിയും പറഞ്ഞോണ്ടാ, നീ കൊന്നല്ലോ മോനെ, കൊല്ലും എന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് തന്നെ കൊന്നല്ലോടാ, ഞാൻ പിള്ളേർ വരുമ്പോൾ എന്താടാ പറയണ്ടേ, പിന്നെ ചോദിച്ചു അതിനാണോടാ നീ ഇന്നലെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് സ്വർണ്ണമെല്ലാം ഊരിയെടുത്തേന്നും പറഞ്ഞ് തള്ള ഭിത്തിയിലിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കുമായിരുന്നു ഇതിനെ ഞങ്ങൾ ഓടി വരുമ്പോൾ. ആൾക്കാർ പറയണേ, ആൾക്കാർക്ക് പിന്നെ എന്നാ പറയാൻ പാടില്ലാത്ത ആൾക്കാർ? നീ നിന്റെ മോനും കൂടിയാണ് കൂടി ചെയ്തതെന്ന് അവൾ പറഞ്ഞതോ? ആ വിജയൻ്റെ ഭാര്യ. ആൾക്കാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത? ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ 2 പണിയാർ മാത്രമേ ഉണ്ടാവുന്നു, ഞാനില്ല. അപ്പോൾ 2 പണിയാർ മാത്രമേ, കുട്ടികൾ സ്കൂളിൽ പോയി 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് സാക്ഷികളെന്ന് പറയാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് സാക്ഷികളുണ്ടാവുള്ളൂ. ഷാജിക്ക് ചില ജോലിക്കാരൊക്കെ ഉണ്ട്, ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ ആയിട്ട് ചില ലേബേഴ്സ് ഉണ്ട്. അന്യദേശ തൊഴിലാളികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അന്വേഷണ പരമ്പരകൾ ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൊലയാളിയെ തിരഞ്ഞ് ബഹുമാനപ്പെട്ട കോതമംഗലം പോലീസ് പോയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതുവരെ ആരാണ് ഈ കൊല ചെയ്തത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഷോജി മരിച്ചു കിടക്കുന്നത് കൃത്യം മുറിയുടെ നടുവിൽ ഒരു പായ വിരിച്ച് കൃത്യമായിട്ട് ആ പായയുടെ നടുവിലാണ് ഈ ഷോജി കിടന്നതായിട്ട് ആളുകൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴുത്ത് മുറിച്ച് മരിക്കുന്ന ഒരാൾ ആ മരണവെപ്രാളത്തിൽ പായൽ നിന്നും ആ ജീവൻ പോകുന്ന ആ ഒരു വിഷമത്തിൽ ചാടിക്കുതറി മാറാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കൊലപാതകയെക്കുറിച്ച് പോലീസിനോട് ഷാജി പറഞ്ഞ സംശയമുള്ള ആളുകൾ, അവരെയൊന്നും പോലീസ് ചോദ്യം ചെയ്തില്ല എന്ന് ഷാജി പറയുമ്പോൾ ഷാജിക്കുള്ള സംശയങ്ങൾ കൃത്യമാണെന്ന് പോലീസിന് തോന്നാത്തത് കൊണ്ടായിരിക്കില്ലേ? മാത്രമല്ല, തെളിവുകളെല്ലാം ഷാജിക്കെതിരുമായിരുന്നു. ഞങ്ങൾക്ക് സംശയമുള്ള ഒരു 4 വ്യക്തികൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ആ വ്യക്തികൾ അറിയാതെ സംഭവം നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അവർ ഒന്നിലും ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിനും ഇപ്പോൾ കേസന്വേഷണ ക്രൈംബ്രാഞ്ചിനും ആദ്യം കേസന്വേഷിച്ച ലോക്കൽ പോലീസിനും വിവരം കൈമാറിയിട്ടും അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അതിന് എന്തെങ്കിലും ഇഷ്ടപ്പെടായ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊല്ലുക എന്നുള്ളതാണ് അവൻ്റെ ഒരു ദൗത്യം. എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങളെയും കൊല്ലും, കൊട്ടേഷൻ കൊടുത്ത് കൊല്ലും, ഇങ്ങനെയൊക്കെ നമ്മളെ ഒത്തിരി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആളാണ്. പോലീസിനോട് ഈ 4 പേരെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും കാണിച്ച് എങ്ങനെയാണ് ശത്രുത വരാനുള്ള കാരണം എന്താണ്, ഏത് വഴിക്കാണ്, അത് അതിൽ ആരൊക്കെയാണ് എന്നെല്ലാം വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ പോലീസിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ വഴിക്ക് ഒരു അന്വേഷണം ഇതുവരെ നടത്തിയിട്ടില്ല. അതെന്താണ്, അത് അവർ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ ഒരാൾ പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. കൊലപാതകത്തിന് മുമ്പ് ഷാജി വന്ന ആ സമയത്തോടു കൂടി തന്നെ കോതമംഗലം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ
എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് പേര് പുതുക്കാൻ പോയ ആൾ അവിടെ ചെന്ന് എല്ലാ മേശയിലും ചെന്നിട്ട് സമയം എത്രയായി എന്ന് ചോദിച്ച് വിരലിൽ പിടിച്ച് നടക്കുന്നു. അതെന്തിനാണ് വിരലിൽ പിടിച്ച് നടന്നത്? നമുക്ക് സംശയമുള്ളത് ഇവരല്ലേ, ഈ പോലീസുകാരൻ. ഇവൻ നല്ല സംശയമല്ലേ ഞങ്ങൾക്ക്. വിജയൻ അയൽവാസി. ഇതിൻ്റെ ഉള്ളിലാണ് കയറി ആ കാണുന്ന വീട്. എൻ്റെ പിള്ളേരെ ഇല്ലാണ്ടാക്കി നിങ്ങളുടെ കുടുംബം നശിപ്പിക്കുന്ന അവൻ പറഞ്ഞായിരുന്നേ. വിജയനായിട്ട് അല്പം വൈരാഗ്യത്തിൻ്റെ മുകളിലാണ്, ഒരു വഴി പ്രസിഡൻ്റെ മുകളിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വലിയ വൈരാഗ്യം അയക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കുടുംബം നശിപ്പിക്കുന്നതിൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംശയം ഇപ്പം ഞങ്ങൾക്ക് അവനെല്ലാണ്ട് പറയാനില്ല. അവൻ ആരെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇത് കഴിഞ്ഞ് നാലാം ദിവസം വീട് തുറന്ന് ഒരു ഷാജിയുടെ അച്ഛൻ, അയാളെ പെങ്ങൾ, മൂത്ത അളിയൻ, പിന്നെ ഒരാളും കൂടി വന്ന് വീട് തുറന്ന്, കാരണം പോലീസിൻ്റെ കൈവശിരുന്ന വീട് തുറന്ന് അതിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവരുടെ തറവാട് വീടിൻ്റെ മുറ്റത്തിട്ട് അത് കത്തിച്ചു. വീണ്ടും ശേഷിച്ച തെളിവ് കൂടി നശിപ്പിച്ചു. ആദ്യം ഷാജി ബോഡി എടുത്ത് മടിയിൽ വെച്ച് കുലുക്കി, അതൊന്നായി. രണ്ടാമത്തെ കാര്യം, ഈ രണ്ടാമത്തെ തെളിവ് കൂടി നശിപ്പിച്ചു. ഷാജി പറഞ്ഞ സംശയങ്ങളിൽ ഒന്ന്, ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലേ എന്ന് ചോദിച്ച് KSEBയിൽ നിന്നും ഒരാൾ ഷോജിയുടെ അടുത്ത് വന്നിരുന്നു എന്നും മരണം നടന്ന ദിവസം തൊട്ടടുത്ത മുറിയിൽ ബില്ല് കണ്ടുവെന്നുമാണ്. അടച്ച ബില്ല് അന്വേഷിച്ച് അയാൾ വീണ്ടും എത്തിയിരിക്കാമെന്നും ബില്ലെടുക്കാൻ പോയ ഷോജിയെ പിന്തുടർന്ന് വധിച്ചിരിക്കാം എന്നുമാണ്. ഷാജി പറയുന്ന മറ്റൊരു സംശയം, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള എന്തോ ഉപകരണം കൊണ്ടാണ് ഷോജിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ്. തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന ഷാജിയുമായി വഴക്കുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ അവർ നഴ്സായതുകൊണ്ട് അവരെയും സംശയിക്കുന്നുവെന്ന് ഷാജി പറയുന്നു. ഈ ആയുധം എന്ന് പറയുന്നത് തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്. ആ ഒരു ബ്ലേഡിന് മാത്രമേ, ആ ഒരു കത്തിക്ക് മാത്രമേ ഇത്രയും മൂർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം എവിടെ നിന്നാണ്? ഈ പ്രദേശത്ത് നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളായിരിക്കും. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കത്തിയാന്ന് ഇവനെങ്ങനെ മനസ്സിലായി? ഇവൻ ഹോസ്പിറ്റലിൽ എനിക്ക് മാത്രം അറിയാവുന്ന കത്തി ഇവനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവൻ്റെ ഷോജിയുടെ ചേച്ചി നേഴ്സാണ്, ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ അടുത്ത് താമസിക്കേണ്ട, അതിൻ്റെ ഭാര്യ അറ്റൻഡറാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവനെ കൊണ്ടുവന്ന് ചെയ്തുകൂടെ? കോതമംഗലം ടൗണിലാണെന്ന് പറഞ്ഞ ഷാജി അതിനകത്ത് നാട്ടുകാർ വരുന്നതിന് മുമ്പ് അവിടെ കയറി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് കയറി ചെല്ലാത്തതുകൊണ്ട് അയാൾ അവിടെ കിടന്ന ബോഡി, തല അറ്റ് പറയുന്ന ബോഡി അവിടെ ഇരുന്ന് മടിയിൽ എടുത്ത് വെച്ച് കുലുക്കിയപ്പോൾ ബ്ലഡ് മൊത്തം ദേഹത്തായി. ഇപ്പോൾ കൈ കൊണ്ട് തൂത്ത് കളഞ്ഞു. അപ്പോൾ ഷർട്ടിൽ മൊത്തമായി. ആ സമയത്ത് പോലീസ് വന്ന സമയത്ത് പോലീസ് ഇയാളെ പിടിച്ച് പൊക്കിയപ്പോൾ ഇയാളുടെ പോലീസിൻ്റെ കയ്യിൽ രക്തം വാഷ് ബേസിൽ കഴുകി. 20 പവൻ അവൻ്റെ കടയിലും 20 പവൻ അവൻ്റെ വീട്ടിലും അലമാരിക്കകത്ത് ഇരുന്നിട്ട് ഇവൻ ഈ 37 പവൻ സ്വർണം കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാചകം തന്നെ അവനെ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു പോലീസുകാർക്ക്. അതുപോലും പോലീസുകാർ ചെയ്തില്ല.
കൊലപാതകം നടക്കണതിൻ്റെ ഒരാഴ്ച മുമ്പ് ആ മതിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി കൂടി കവർ ചെയ്തു. അപ്പം ഞങ്ങളുടെ മുറ്റത്തിൽ നോക്കിയാൽ അല്ലെങ്കിൽ ആ മരുന്ന് കട വരുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾക്ക് അവിടെ മുറ്റത്തിൽ നിന്നാലോ സിറ്റ് ഔട്ടിൽ നിന്നാലോ കാണാമായിരുന്നു. ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കും. കേവലം ഒരു കല്ലുമണിക്കാരനായിരുന്ന ഷാജി ഇത്ര പെട്ടെന്ന് പണക്കാരനായതിന്റെ മാജിക്ക് എന്തായിരിക്കും? പെട്ടെന്ന് പൈസയായതാ. ഈ വീട് പണിത ആദ്യത്തെ നില വാർത്തപ്പം ഭയങ്കര വഴക്കായിരുന്നു അവിടെ പണിക്കാരുമായിട്ട്. കാശ് കൊടുക്കാഞ്ഞിട്ട് രാത്രിയിൽ അങ്ങനെയൊക്കെ കാശ് കൊടുക്കാനില്ലാതെ വന്നൊരവസരത്തിൽ ഇത്ര വേഗം ഇതുപോലെ കാശുണ്ടായി എങ്ങനെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 10,000 രൂപ പണിക്കാർക്കില്ലാതിരുന്നൊരു വ്യക്തി ഷൂട്ട് ചെയ്തോണ്ടാണ് ഇത്രയും കോടീശ്വരനായി മാറിയത്. ഇനി ഇതൊന്നുമല്ലാതെയുള്ളൊരു ട്വിസ്റ്റ്. ഷോജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കിഡ്നി അപ്രത്യക്ഷമായിരുന്നു. അവയവദാനം നടത്താതെയും സർജറി നടത്താതെയും ആ കിഡ്നി എങ്ങനെ അപ്രത്യക്ഷമായി? പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിനകത്ത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് ഒരു കിഡ്നിയേ ഉള്ളല്ലോ എന്ന്. ആഫ്റ്റർ ഡെലിവറിയാണ് കിഡ്നി മിസ്സിംഗ് എന്നുള്ളത്. അത് കണ്ടുപിടിക്കേണ്ടത് ചാനലുകാരുടെയും പോലീസിൻ്റെയൊക്കെ ഇതാണ്. ഒരു കിഡ്നി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്ത പാടുകളുണ്ടാവും. ഇത് എന്നാ ഈ പറയണേ? ഞാൻ കിഡ്നി വിറ്റപ്പോൾ ഈ വീട് കൊടുന്നേക്കണപ്പോൾ ആ കിഡ്നി വിറ്റാ. ഷോജിയുടെ ഒരു കിഡ്നി എവിടെ പോയി? അതോ ഒരു കിഡ്നിയുമായാണോ ഷോജി ജനിച്ചത്? മെഡിക്കൽ സയൻസ് ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അമൃത ആശുപത്രിയിലെ കരൾ മാറ്റ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ സുധീന്ദ്രനോട് നമുക്ക് ചോദിക്കാം. ജനിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും 2 കിഡ്നി വേണമെന്നില്ല. വളരെ അപൂർവമായിട്ട് ഒരു കിഡ്നി ഉണ്ടാകാതിരിക്കാം. റീനൽ ഏജൻസിസ് എന്ന് പറയും. ചിലപ്പോൾ 2 കിഡ്നിയും തന്നെ ഇല്ലാതെ വരാം. അങ്ങനെയുള്ളവർ ഓബ്വിയസ്ലി ഡയാലിസിൽ പോകും. പക്ഷേ ഒരു കിഡ്നി പോയാൽ പലപ്പോഴും നമ്മൾ അറിയില്ല. കാരണം മറ്റേ കിഡ്നി മതി. ഒരു കിഡ്നി കൊണ്ട് തന്നെ നമുക്ക് സാധാരണ ജീവനൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരു കിഡ്നി എടുത്ത് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു ചെറിയ പാടെങ്കിലും വരണം. കീ ഹോൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ആ കിഡ്നി എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു മുറിവെങ്കിലും വേണ്ടി വരും. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ ചേഞ്ചസൊക്കെ യൂഷ്വലി കാണാൻ പറ്റും. ഒരു സ്ത്രീയെ കൊല്ലുന്നതിന് ഒന്നുമില്ല പൈസ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ റേപ്പ്. ഇത് പൈസ പോയിട്ടില്ല, സ്വർണം പോയിട്ടില്ല, പിടിവലിയില്ല, റേപ്പില്ല. പിന്നെ എന്തിനു കൊന്നു? ആർക്ക് വേണ്ടി കൊന്നു? അവളെ നിർത്താനായിട്ട് ഇവളെ അങ്ങ് ഒഴിവാക്കാനായിട്ട് ചെയ്തതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഷാജി അവളെയും കൂട്ടി ഇപ്പം പല വീട്ടിലും കല്യാണത്തിന് പോയെന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ മൂത്ത നാത്തൂനെ അവിടെ കോതമംഗലത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് മണിക്കൂറുകൾ അവിടെ താമസിച്ച് എല്ലാവരെയും കാണാനും കാണിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ താമസിച്ച്. ഈ മരിച്ചടക്കിൻ്റെ അന്ന് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കൊടുത്ത സ്വർണം മതി, അത് അവനെ കൊണ്ട് തീറ്റിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ സ്വർണം കിട്ടണം, ഞങ്ങൾക്ക് പൈസയും കിട്ടണം. അങ്ങനെയാണോ പറയേണ്ടത്? ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിച്ചത് എന്താണ് സംഭവിച്ചത്, ആരാണ് ചെയ്തത്? ശരി, ഞാനാണ് ചെയ്തെങ്കിൽ ഓക്കെ, ശരിയാണ്. കൊന്നതാണെങ്കിലും കൊല്ലിച്ചതാണെങ്കിലും നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആരായാലും അതിന് കണക്ക് പറയേണ്ടി വരും. ആരോടും പിണക്കമില്ലാതെ അടങ്ങി ഒതുങ്ങി പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു പാവം സ്ത്രീയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്യാൻ തക്ക വിരോധം ആർക്കായിരുന്നു? ആസാമിയായ അമീറിനോ? അതോ ഏറ്റവും അടുപ്പമുള്ള മറ്റാർക്കെങ്കിലുമോ? അതെ, അതുകൊണ്ടാണ് ശേഷം പറയുന്നത്, കൊന്നത് അമീറുൽ ഇസ്ലാം ആണെങ്കിൽ കൊല്ലിച്ചത് മറ്റാരോ ആണ്. ജിഷ വധക്കേസ് പോലെ ഇതും തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്കൊപ്പം ശേഷവും കാത്തിരിക്കുന്നു ഷോജിയുടെ യഥാർത്ഥ കൊലപാതകയ്ക്കായി. ശേഷം ഇനി നാളെ രാത്രി 10:30